ഹായ് 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 എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് 10th CBSEയിലെ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള ഏറ്റവും അടിപൊളി ചാപ്റ്ററാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മാത്സിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ എത്ര ഹയർ സ്റ്റഡീസിലോട്ട് പഠിക്കാൻ പോവുകയാണെങ്കിലും യൂസ് വരുന്ന ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. ഇത് സംഭവത്തിൽ ഒരു രസകരമായ ചാപ്റ്ററാണ്. കാരണം നിങ്ങൾ ഇത്രയും കാലം പഠിച്ചതിൽ നിന്ന് ഇത്രയും കാലം കുറേ 9th വരെ പഠിച്ചതിൽ നിന്ന് കുറേ പുതിയ പുതിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു മൈൻഡിൽ പഠിക്കുക. ഇതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡ് എക്സാമിനൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന A1 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. ചില ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ഇത് ചില ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നോക്കാം. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി. എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രിയിൽ പറയുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് നന്നായിട്ട് കേൾക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രിയിൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക എന്തൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രിയിൽ. ഫസ്റ്റായിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗണോമെട്രി എന്ന് പറയുമ്പോൾ തന്നെ ഓർമ്മ വരണം? യെസ്, ഓർമ്മ വരണം? പൈതഗോറസിനെ നമുക്ക് ഓർമ്മ വരണം. കണ്ടോ, പൈതഗോറസ്. ഈ പൈതഗോറസ് ആണ് ട്രിഗണോമെട്രി ഉണ്ടാവാൻ തന്നെ കാരണം ബിക്കോസ് എന്താ, ട്രിഗണോമെട്രിയിൽ നമ്മൾ പഠിക്കുന്നത് ഏത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ പറ്റിയിട്ടാണ് അല്ലേ. റൈറ്റ് ആംഗിൾ ആയിട്ടുള്ള ട്രയാങ്കിൾസിനെ പറ്റിയിട്ടാണ് ട്രിഗണോമെട്രിയിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പഠിക്കുന്നവൻ തന്നെ നമുക്ക് ഇതിൽ ആവശ്യമുണ്ട്, പൈതഗോറസിന് അല്ലേ. പൈതഗോറസ് തിയറം നിങ്ങൾക്ക് അറിയാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് ആംഗിളിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡാണ് ഹൈപ്പോടെന്യൂസ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഈ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും അല്ലെങ്കിൽ ഈ ബേസ് സ്ക്വയറും ഈ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും ആഡ് ചെയ്താൽ നമുക്ക് ഹൈപ്പോടെന്യൂസ് കിട്ടും എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതായത് ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ സാർ ഇവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഇവിടെ വരച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നമുക്കറിയാം ഇവിടെ ഈ സൈഡും ഏതായാലും പ്രശ്നമില്ല. കാരണം പെർപെൻഡിക്കുലർ സൈഡ്സ് എന്നാണ് പറയുക റൈറ്റ് ആംഗിൾ വരുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഹൈപ്പോടെന്യൂസ് ആണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ ഈക്വൽ ടു A² പ്ലസ് B². ഹൈപ്പോടെന്യൂസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ, ബാക്കി രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ സമ്മാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. ഇതിൻ്റെ ബേസിലാണ് എല്ലാം വരുന്നത്. ഓക്കെ, അപ്പോൾ ട്രിഗണോമെട്രിയിൽ പൈതഗോറസ് തിയറത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇനിയാണ് നമ്മൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. 9th നിന്നൊക്കെ പഠിക്കാതെ നമ്മൾ 10th എത്തിയപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ 8th 7th കേട്ടിട്ടുണ്ടാവും ഈ ആളുകൾ എങ്ങനെ പറയുന്നത്. ആരൊക്കെ? യെസ്, സൈന്, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, അതുപോലെ എന്തായിരുന്നു, കോട്ട്. ഇതൊക്കെ ഇങ്ങനെ ചെറിയ ക്ലാസ്സിലൊക്കെ 8th നമ്മളിങ്ങനെ ആരെങ്കിലും പറയുന്നൊക്കെ കേട്ടാൽ ഇതൊക്കെ എന്താണ് എന്നൊക്കെ ഉള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് ഇവിടെ എത്തിയപ്പോൾ എന്തായി, ക്യൂരിയോസിറ്റി ഫുൾ സെറ്റായി. കാരണം ഇപ്പം നമ്മൾ എന്തായി, സൈനും കോസൊക്കെ പഠിക്കാനുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തി. അങ്ങനെ എന്താണ് ഈ സൈന് കോസ്, വലിയ സംഭവം എന്തെങ്കിലും ആണോ? അല്ല അല്ലേ, ചെറിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, സാർ ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈനും കോസും ടാനൊക്കെ പഠിക്കാൻ പറ്റും. ഇപ്പം ഞാനൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇത് ABC. ഇപ്പം നിങ്ങൾ നോക്കുക, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ B റൈറ്റ് ആണല്ലോ അല്ലേ, ആംഗിൾ 90 ആണ്. ഇതിൽ എയും ആംഗിൾ സിയും എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അക്യൂട്ട് ആംഗിളുകളായിരിക്കും, 90നേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ എനും സിനെയും പറ്റിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇപ്പോൾ സാർ ഇവിടെ ഒരു 4 ഇവിടെ ഒരു 3, അതുപോലെ ഇവിടെ ഒരു 5 എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം, പഠിക്കാം എല്ലാ കാര്യങ്ങളും.
ഇപ്പോൾ ജസ്റ്റ് നോക്കിക്കോ, സൈനാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. സൈനിനെയൊക്കെ പറ്റി ഉഷാറായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞുതരാൻ പോകുന്നത് സൈനെ നമ്മൾ അല്ലേ, സൈന് ഷോർട്ടാക്കിയിട്ട് സൈൻ എ. സൈൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇതെല്ലാ കുഞ്ഞുങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അതുപോലെ കോസ് എ ഈക്വൽ ടു എന്താ, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇനി ടാൻ എന്താ, ടാൻ എ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. ഈ കാര്യമാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട് ചെയ്തിട്ട് വെക്കേണ്ട കാര്യം ഇതാ. അപ്പോൾ ഇത് നമ്മൾ ഒരു ബോക്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. ഒരു ബോക്സിലാക്കിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, ഇതൊരു ബോക്സിലാക്കിയിട്ട് ഇനി ഓരോന്ന് നമുക്കറിയാം. ഈ സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക് എന്നൊക്കെ. അത് പഠിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ജസ്റ്റ് ഇവിടുന്ന് നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ വെച്ചിട്ട് ആംഗിൾ എൻ്റെ, സാർ ഇവിടെ ആംഗിൾ എ എടുത്തു, സൈൻ എ എന്താ ഇവിടെ നോക്കുക. സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്താ, ആംഗിൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. കാരണം സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് എത്ര, 4 ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്താ, 5 ആണ്. അപ്പോൾ എന്തായിരിക്കും, 4/5. സിമ്പിളല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോസ് എന്താ, കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസൻ്റാ. ഇവിടെ നോക്കുക, അഡ്ജസൻ്റ് ഏതാ സൈഡ്, 3 ആണല്ലേ. ഈ സൈഡാണ് അഡ്ജസൻ്റ്. ഹൈപ്പോട്ടന്യൂസ് ഏതാ, 5 ആണ്. അപ്പോൾ എന്തായിരിക്കും, 3/5. ഇനി ടാൻ എന്താ, ടാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ടാൻ ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് 4/3 ആണ്. അപ്പോൾ ഇത്ര കേസസ് ആണ് നമുക്ക് ഇതിൽ ബേസിക് ആയിട്ട് മനസ്സിലാക്കാല്ലേ. ഇനി നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം, സൈന് പഠിച്ചിട്ടുണ്ടെങ്കിൽ സൈൻ ഓഫ് ആംഗിൾ എ അല്ലെങ്കിൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ റെസിപ്രോക്കൽ എന്താണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് എന്നുള്ളത്. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്താ, അതായത് 1/sin എടുത്താൽ എന്താ കിട്ടുക, 1/sin ആണ് കൊസീക്ക് എ എന്ന് പറയുന്നത്. സൈനിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ കൊസീക്ക് കിട്ടും. ദെൻ 1/cos എ എന്ന് പറഞ്ഞാലോ, അതാണ് സീക്ക് എ. അപ്പോൾ കോസിൻ്റെ റെസിപ്രോക്കലും കിട്ടി. അപ്പോൾ ടാനിനും ഉണ്ടാവുമല്ലേ റെസിപ്രോക്കൽ. യെസ്, ടാനിൻ്റെ റെസിപ്രോക്കൽ 1/tan A ഈക്വൽ ടു cot A. ഇതും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. ഇപ്പം നമ്മളോട് പറയാണ് ആരെങ്കിലും, ഇപ്പം ജസ്റ്റ് നമ്മളോട് ഇതൊന്ന് ജസ്റ്റ് ഒരു ബോക്സിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ സാർ, നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ബോക്സിലാക്കി വെച്ചു. നമ്മളോട് പറഞ്ഞു സൈൻ ആംഗിൾ എ ഈക്വൽ ടു 4/3 ആണെന്ന് വിചാരിക്കാം. 4/3 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊസീക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? യെസ്, പറ്റും. കൊസീക്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്രോക്കലാണ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ടാൽ മതി അല്ലേ, 3/4 ആയിരിക്കും. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഇവിടെ ടാൻ എ ഈക്വൽ ടു √3 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ കോട്ട് എ ഈക്വൽ ടു എത്ര ആയിരിക്കും, ഇത് തിരിച്ചിട്ടാൽ മതി അല്ലേ. 1/ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കാം, 1/√3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസിപ്രോക്കൽ തിരിച്ച് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിലോ, സീക്ക് എ ഈക്വൽ ടു 3/2 എന്ന് തന്നിട്ടുണ്ട്. സീക്കാണ് ഇവിടെ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ കോസ് എന്താ, കോസ് കാരണം സീക്കിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2/3 തിരിച്ചിട്ടതായിരിക്കും കോസ്. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യം ഇതാണ് അല്ലേ. ഇത് ചില ആളുകൾക്കൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സൈൻ ദൂരി ബൈ കോസ് ദൂരി എന്താ. ഇതറിയാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല അല്ലേ. ഇതെന്താ, യെസ്, അല്ലേ, ടാൻ ദൂരി അല്ലെങ്കിൽ തന്തൂരി എന്നൊക്കെ നിങ്ങൾ പറയും. ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഈ ഒരു സംഭവം നിങ്ങൾ മൈൻഡിൽ വെക്കുക. സൈൻ ദൂരി ബൈ കോസ് ദൂരി എന്ന് പറഞ്ഞാൽ എന്താ, ടാൻ ദൂരി, അതായത് തന്തൂരി. അപ്പോൾ നോക്കുക, അതാണ് ഇവിടെ സാറ് പറഞ്ഞു തരുന്നത്. എന്തായിരുന്നു, സൈൻ ബൈ കോസിനെയാണ് നമ്മൾ എന്ത് പറയുക, സൈൻ ബൈ കോസ് ആണെന്ത്,
സൈൻ എ ബൈ കോസ് എ ആണ് എന്ത്? ടാൻ എ. അപ്പോൾ സൈൻ ബൈ കോസ് എന്താ? ടാൻ ആണ്. ഇനി നേരെ തിരിച്ച് കോസ് എ ബൈ സൈൻ എ. കോസ് എ ബൈ സൈൻ എ എന്താ? അത് കോട്ടുമാണ്. ഇതാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ടത്, മറക്കരുത്. ഓക്കെ, ഇത് മറക്കാതെ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കിയാലോ? നോക്കാം അല്ലേ? ഇവിടെ ഇപ്പോൾ സാറ് പറഞ്ഞിട്ടുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് ഒക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? സൈൻ എന്താന്ന് പഠിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. കോസ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. കൊസീക്ക് 1 സൈൻ തീറ്റയാണ്. സൈനിൻ്റെ റെസിപ്രോക്കലാണ്, കോസിൻ്റെ റെസിപ്രോക്കലാണ്. സീക്ക് ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമ്മളൊരു ക്വസ്റ്റ്യനിലോട്ട് പോവുക. എങ്ങനെ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഗിവൺ ടാൻ എ ഈക്വൽ ടു 4/3 ഫൈൻഡ് ദ അതർ ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് ആംഗിൾ എ. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഈ ടാൻ എ എന്ന് പറഞ്ഞാൽ സാർ ആദ്യം സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു തന്നു, ഒരു ട്രയാങ്കിൾ നമ്മൾ വരച്ചാൽ ഇതിൽ അക്യൂട്ട് ആംഗിൾ ആയിരിക്കും എ വരിക ഏതെങ്കിലും. അതായത് ഇത് 90 ആണ്. 90 അല്ലാത്ത എവിടെയെങ്കിലും എ കൊടുക്കുക. സാർ ഇവിടെ എ കൊടുത്തു. അപ്പോൾ ബി സി. ഇനി ടാൻ 90 ആണ് എന്ത്? ടാൻ 90 ആണ് എന്ത് വരുന്നത്? സോറി, ടാൻ എ ഈക്വൽ ടു 4/3. അത് ഇവിടെ നിന്ന് നമ്മളൊന്ന് എഴുതി നോക്കുക. ടാൻ എ ഈക്വൽ ടു 4/3. ടാൻ എന്താന്ന് പഠിച്ചിരുന്നു അല്ലേ? ടാൻ എന്താന്ന് പഠിച്ചിരുന്നു അല്ലേ? ഇത് അവിടെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതിന് മുമ്പ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് ടാൻ എന്നുള്ളത്. അവിടെയൊക്കെ ഇവിടെയും ടാൻ എന്താ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ് ചെയ്ത ടാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഈ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 3ഉം അഡ്ജസൻ്റ് 4ഉം അല്ലേ? അങ്ങനെയാണ് ഇവിടെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ അല്ലേ? ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് ഈ 3² പ്ലസ് 4² ചെയ്താൽ മതി. 3² പ്ലസ് 4² എന്താ? 3. 9 പ്ലസ് 16 ചെയ്താൽ റൂട്ട് 25 ഈക്വൽ ടു 5 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 5. ഇനി നമ്മളോട് എന്താ പറഞ്ഞ്? ഓൾ ട്രിഗണോമെട്രിക് റേഷ്യോസ് കണ്ടുപിടിക്കാനല്ലേ? ഏതും കണ്ടുപിടിച്ചൂടെ? കാരണം അല്ലേ, ഏതും കണ്ടുപിടിക്കാം അല്ലേ? 3 സൈഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സൈൻ എ എന്ന് കണ്ടുപിടിച്ചാലോ? സൈൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസാണ്. എൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്. ഹൈപ്പോട്ടന്യൂസ് എത്ര? 5 ആണ്. ഇനി കോസ് എന്താ? കോസ് എ ഈക്വൽ ടു എന്താ? കോസ് എ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസാണ്. എ എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാ? യെസ്, എ എന്ന് പറഞ്ഞ സൈഡിൻ്റെ അഡ്ജസൻറ്റ് 4 ആണ്. അപ്പോൾ 4/5 എന്ന് കിട്ടും. ഇനി നിങ്ങൾ തന്നെ നോക്ക്, ടാൻ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടാൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. ടാൻ എന്ത് ചെയ്താൽ മതി? യെസ്, ടാൻ നമുക്ക് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ കോട്ട് കിട്ടും. കോട്ട് എന്ന് പറഞ്ഞാൽ 3/4. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്? സൈനിൻ്റെ റെസിപ്രോക്കലാണ് ഏത്? കൊസീക്ക്. അപ്പോൾ കൊസീക്ക് കണ്ടുപിടിക്കുക. കൊസീക്ക് എ ഈക്വൽ ടു ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. ഇനിയോ സീക്ക് എന്താ? സീക്ക് കോസ് തിരിച്ചിട്ടാൽ മതി. എത്ര? 5/4. ദെൻ കോട്ട് എന്ന് പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട്. ടാൻ അവിടെ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ റേഷ്യോസും നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? നോക്കല്ലേ. സൈൻ എ ഈക്വൽ ടു 3/4. കാൽക്കുലേറ്റ് കോസ് എ ടാൻ എ. അപ്പോൾ സാധാ പോലെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ട്രയാങ്കിൾ വരച്ച് വെക്കും. ഇതല്ലേ ചെയ്യുക? എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും എ കൊടുത്തു. ഇപ്പോൾ സാറ് ഇവിടെ എ കൊടുത്തു, എവിടെയും കൊടുക്കുക. എ എന്ന് പറഞ്ഞാൽ 90 അല്ലാത്ത എവിടെയും നിങ്ങൾക്ക് കൊടുക്കുക, കാരണം അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ഇതാ എൻ്റെ ഓപ്പോസിറ്റ്, ഇതാണ് എ, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എ ഇവിടെ തന്നിട്ടുണ്ട്. എന്തായിരുന്നു സൈൻ എ? സൈൻ എ ഈക്വൽ ടു 3/4. നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ്റെ റേഷ്യോ എങ്ങനെ എഴുതുക? സൈൻ്റെ റേഷ്യോ എങ്ങനെ എഴുതുക? യെസ്, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് അല്ലേടാ 3. എൻ്റെ ഓപ്പോസിറ്റ് 3, ഹൈപ്പോട്ടന്യൂസ് എത്ര? 4 ആണ്. ഹൈപ്പോട്ടന്യൂസ് എത്ര? 4. കണ്ടോ? അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 4. ഇനി നമുക്ക് ഇത് കണ്ടെടുക്കണമെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് അവിടെ തന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പെർപെൻഡിക്കുലർ സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഈ സൈഡാണ് സാറിന് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ എ ബി
സി, ഈ സൈഡാണ് എ സി ആണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിന് എ സി ആണ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിനാണ് മൈനസ് ചെയ്താൽ മതി. അതായത് 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. അപ്പോൾ എന്താ കിട്ടുക, 16 മൈനസ് 9 എന്ന് കിട്ടും. 16 മൈനസ് 9 എന്ന് പറഞ്ഞാൽ √7 എന്നാണ് കിട്ടുക, √7. അപ്പോൾ ആൻസർ ഇവിടെ നമുക്ക് √7 എന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി കൊടുത്തു നോക്കുക, സൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്, കോസാണ് ചോദിച്ചിട്ടുള്ളത്. കോസ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതുക, കോസ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ആംഗിൾ എൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4. സിമ്പിളായിട്ട് എഴുതാം. ഇനി എന്താ ചോദിച്ചിട്ടുള്ളത്, ടാൻ ആണ്. ടാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് എഴുതാൻ പറ്റും. ടാൻ എങ്ങനെ എഴുതുക, ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് 3 ബൈ അഡ്ജസൻറ്റ് √7. ഇതൊക്കെ ഒരു ത്രില്ലിൽ അങ്ങോട്ട് ചെയ്താൽ എന്തായി, ത്രില്ലിൽ ചെയ്താൽ മാത്സ് എപ്പോഴും ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യുക, മാത്സിൻ്റെ കൂടെ കൂടുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, അധികം ഹാർഡ് വർക്ക് നമ്മൾ എന്തായാലും എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചില്ലായിക്കോളും, ബോറടി ഇല്ലാതെ നിങ്ങൾക്ക് തന്നെ കിട്ടണം. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് ആ ഒരു എന്തിലോട്ട് എത്തുക, നിങ്ങൾ മാത്സിൻ്റെ ഒരു ത്രില്ലിലോട്ട് എത്തുക. അഥവാ നിങ്ങൾ മാത്സിൻ്റെ ത്രില്ലിലോട്ട് വീണാൽ പിന്നെ മക്കളെ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, യെസ്. അപ്പോൾ ഇതുപോലെ രസകരമായ വേറൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 15 cot A = 8. ഫൈൻഡ് sin A sec A. 15 cot A ആണ് കൊടുത്തിട്ടുള്ളത്. 15 cot A = എന്ത് ചെയ്തിട്ടുണ്ട്, 8. ഫൈൻഡ് sin A ആൻഡ് sec A എന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, 15 ഫൈൻഡ് sin A sec A. അപ്പോൾ നമ്മളിത് എങ്ങനെ എഴുതുന്നുണ്ടാവുക, യെസ്, നമുക്ക് സാധാ പോലെ ഒരു ട്രയാങ്കിൾ ആദ്യം വരക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുക അല്ലേ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചു. അതിന് സാറ് ABC എന്ന് കൊടുത്തു. എന്നിട്ട് 15 cot A = 8 ആണെങ്കിൽ cot A = എന്താ, ഈ 15 അപ്പുറത്ത് പോയാൽ എന്താവും, 8/15 ആയി. 8/15 ആയി. ഇനി നോക്കുക, 8/15 ആയിട്ട് കിട്ടി. ദെൻ ഇവിടെ നോക്കുക, കോട്ട് എന്ന് പറഞ്ഞാൽ ടാൻ്റെ റെസിപ്രോക്കലാ അല്ലേ. അങ്ങനെയാണ് ഈ കോട്ട് എന്താ, ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻ്റ് ആണ്. അങ്ങനെയാണ് ഈ കോട്ട് എന്താ, അഡ്ജസൻ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഇവിടെ നോക്കുക, ആംഗിൾ എൻ്റെ അഡ്ജസൻ്റ് സൈഡാണ് 8. ആംഗിൾ എൻ്റെ അഡ്ജസൻ്റ് സൈഡാണ് 8, ഓപ്പോസിറ്റ് സൈഡാണ് 15. അപ്പോൾ ആംഗിൾ എൻ്റെ അഡ്ജസൻ്റ് സൈഡ് ഇതാ, ആംഗിൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാ, ഇതായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ആംഗിൾ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, ആംഗിൾ എൻ്റെ അഡ്ജസൻ്റ് 8, ഓപ്പോസിറ്റ് 15. ഇനി സൈനും സീക്കും ആണ് പറഞ്ഞിട്ടുള്ളത്. സൈനും സീക്കും എന്തായിരിക്കും, സൈന് കണ്ടുപിടിക്കാം സിമ്പിളായിട്ട്. സൈൻ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തുള്ളൂ, √15 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ചെയ്താൽ മതി. അപ്പോൾ 15 സ്ക്വയർ എത്ര, 225. 225 പ്ലസ് 64 ചെയ്താൽ ആൻസർ കിട്ടും. എന്തായിരുന്നു, 224 പ്ലസ് 64 ചെയ്താൽ എന്താ എത്രയും കിട്ടുക, 289 എന്ന് കിട്ടും. 289 റൂട്ട് ഉണ്ട്, എത്രയായിരുന്നു, യെസ് 17 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സൈഡ് എന്ത് കിട്ടി, 17 എന്ന് കിട്ടി, ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെയാണ് ഇനി സിമ്പിളായിട്ട് ചെയ്താൽ എന്തായിരുന്നു, സൈൻ A 15 ബൈ ഹൈപ്പോട്ടന്യൂസ് 17. ഇനി നോക്കുക, സീക്ക് എ ആണ്. ചിലപ്പോൾ സീക്ക് എ നിങ്ങൾക്ക് പെട്ടെന്ന് കത്തുന്നില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്താണ്, കോസിയെ നിങ്ങൾക്ക് അറിയാലോ. കോസ് എന്താ, അഡ്ജസൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ സീക്ക് നേരെ തിരിച്ചിടുക. സീക്ക് എന്തായിരിക്കും, നേരെ തിരിച്ചിടുക. ആദ്യം ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻ്റ് സൈഡ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ, യെസ്. അപ്പോൾ ഈ റേഷ്യോസ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബോർഡ് എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഈ ഫിഗർ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുകയാണ്. ഇൻ ട്രയാങ്കിൾ OPQ, റൈറ്റ് ആംഗിൾ അറ്റ് P, OP = 7 cm, OQ minus PQ = 1 cm. ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് സൈൻ Q ആൻഡ് കോസ് Q. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുക, ഇതെങ്ങനെ നമ്മൾ ചെയ്യും. ഇവിടെ
ഒരു സൈഡ് മാത്രമേ തന്നിട്ടുള്ളൂ, പക്ഷെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. എന്താ, ഇവിടെ ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. എന്തായിരുന്നു ഹിൻഡ് തന്നിട്ടുള്ളത് നോക്കി നോക്കാം. ഇവിടെ ഒ ക്യു മൈനസ് ഒ പി ക്യു ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്. ഇതിവിടെ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൽ നിന്ന് നമുക്ക് ഒ ക്യു ഈക്വൽ ടു 1 പ്ലസ് പി ക്യു എന്ന് എഴുതാം. ഇതവിടെ കിടക്കട്ടെ. എഴുതി കൂടെ, ഈ മൈനസ് പി ക്യൂവിനെ അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്താവും, പ്ലസ് പി ക്യു ആവും അല്ലേ, 1 പ്ലസ് പി ക്യു ആവും. അതവിടെ കിടക്കട്ടെ. ഇനി ശ്രദ്ധിക്കുക, നമുക്കറിയാം ഇവിടെ ഇതെന്താണ്, ഇത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് ഹൈപ്പോടെന്യൂസ് യൂസ് ചെയ്യാം അല്ലേ. ഹൈപ്പോടെന്യൂസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ യൂസ് ചെയ്യുക, ഒ ക്യു സ്ക്വയർ ഈക്വൽ ടു ഒ പി സ്ക്വയർ പ്ലസ് പി ക്യു സ്ക്വയർ. ഇങ്ങനെയല്ലേ അല്ലേ. ഹൈപ്പോടെന്യൂസ് സ്ക്വയർ പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ആണ് നമുക്കറിയാം. ഈ ഒ ക്യൂവിന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ഒ ക്യു എന്താ, ഇതാ ഒ ക്യു ഇവിടെ 1 പ്ലസ് പി ക്യു ആണ്. അപ്പോൾ അതൊന്നും ഇവിടെ വെറുതെ ഒന്ന് മാറ്റി കൊടുത്താൽ ഒ ക്യുവിനെ നമുക്ക് 1 പ്ലസ് പി ക്യു ഹോൾ സ്ക്വയർ എന്നാക്കി. ഒ പി സ്ക്വയർ എന്താ 7 സ്ക്വയർ ആണ് പ്ലസ് പി ക്യു സ്ക്വയർ. ഇനി നോക്കുക, 1 പ്ലസ് പി ക്യു ഹോൾ സ്ക്വയർ ആണ്. 1 പ്ലസ് പി ക്യു ഹോൾ സ്ക്വയർ പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ പറഞ്ഞാൽ 1, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി ക്യു സ്ക്വയർ, 2ab പറഞ്ഞാൽ 2 × 1 × പി ക്യു 2pq ഈക്വൽ ടു 7 സ്ക്വയർ 49 ആണ്. അതുപോലെ പി ക്യു സ്ക്വയർ. ദെൻ ഒരുപോലെ ഈക്വൽസിൻ്റെ രണ്ട് സൈഡിലും ഒരേപോലെയുള്ള സൈൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. അതുകൊണ്ട് പി ക്യു സ്ക്വയറും പി ക്യു സ്ക്വയറും കട്ട് ചെയ്യും. എന്താ ഇവിടെ ഉണ്ടാവുക, 1 2pq 14 2pq എന്ന് പറഞ്ഞാൽ എന്തായി 2pq എന്ന് പറഞ്ഞാൽ ഈ 1 അവിടെ പോയാൽ 49 മൈനസ് 1 48 ആയി. നമുക്ക് കിട്ടേണ്ടത് എന്താ, നമുക്ക് കിട്ടേണ്ടത് പി ക്യു ആണ് അല്ലേ. നമുക്ക് കിട്ടേണ്ടത് പി ക്യു ആണ്. അപ്പോൾ പി ക്യു ഈക്വൽ ടു എന്തായിരിക്കും വരിക, പി ക്യു ഈക്വൽ ടു 49/2 ഈക്വൽ ടു 24. അപ്പോൾ പി ക്യു 24 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഇനി ഒ ക്യു എന്താ, ഒ ക്യു എന്ന് പറഞ്ഞാൽ പി ക്യു പ്ലസ് 1 ആണ്. അപ്പോൾ 24 + 1 ഈക്വൽ ടു 25 ആണ്. 25 ഇത് 25 ആണ്. കാരണം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്ക്, ഒ ക്യു എന്ന് പറഞ്ഞ ഫസ്റ്റ് തന്നെ നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ 1 പ്ലസ് പി ക്യു. അതിനാണ് സാറ് ഇങ്ങനെ ഒരു 1 ഇവിടെ ഇട്ടിട്ടുള്ളത് നമുക്ക് എപ്പോഴും കാണാൻ വേണ്ടി. ഇപ്പോൾ 3 സൈഡ് എന്തായി കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചെന്താ, സൈൻ ക്യൂ ആണ്. എന്താ ചോദിച്ചിട്ടുള്ളത്, സൈൻ ക്യൂ. സൈൻ ക്യൂ കണ്ടുപിടിക്കാം. സൈൻ ക്യൂ, ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. സൈൻ ക്യൂ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസാണ്. അപ്പോൾ ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതാണ് ക്യൂ പറഞ്ഞ ആംഗിൾ അല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 7 ആണ്, ഹൈപ്പോട്ടന്യൂസ് 25 ആണ്. അപ്പോൾ ഓപ്പോസിറ്റ് 7/25 എന്ന് വരും. ഇനി നോക്കുക, സൈൻ ക്യൂ കിട്ടി. അടുത്ത് നമ്മളോട് ചോദിച്ച കോസ് ക്യൂ ആണ്. കോസ് ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വരുന്നുണ്ടാവുക, ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോസ് ക്യൂ എന്തായിരിക്കും വരുന്നുണ്ടാവുക, എന്തായിരിക്കും കോസ് ക്യൂ വരുന്നുണ്ടാവുക, കോസ് ക്യൂ വരുന്നുണ്ടാവുക. ശ്രദ്ധിച്ചാൽ നമുക്ക് അറിയുണ്ടാവുക കോസ് ക്യൂ അഡ്ജസൻ്റ് ആണ്. അപ്പോൾ 24/25 ആണ് അല്ലേ. അപ്പം ഇതിലാകെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഹൈപ്പോട്ടന്യൂസും അതുപോലെ ഒരു സൈഡും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക. എന്നിട്ട് ആൻസർ ചെയ്താൽ പെട്ടെന്ന് കിട്ടും. 7/25 24/25 ആണ്. ഇതൊക്കെ സിമ്പിളായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ബോർഡ് എക്സാമിന് എല്ലായ്പ്പോഴും 2 മാർക്കോ 3 മാർക്ക് വരെയൊക്കെ ഈ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQയിലൊക്കെ കാണാറുണ്ട്. ഇനിയാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്. അടുത്ത മെയിൻ ആളാണെന്ത്, ഇതുവരെ പഠിച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മൾ സൈനും കോസും ടാനും അതിൻ്റെ റെസിപ്രോക്കൽസൊക്കെ എന്തായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനിയാണ് ട്രിഗണോമെട്രിക് റേഷ്യോസ് ഓഫ് സം സ്പെസിഫിക് ആംഗിൾസ്. ചില ആംഗിളുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. ആ ചില ആംഗിളുകൾ നിങ്ങൾ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ആകെ ഒരു 5 ആംഗിൾസാണ് പഠിക്കാനുള്ളൂ അല്ലേ. ഈ 5 ആംഗിൾസ് സാറിപ്പോൾ കൈ ഇങ്ങനെ കാണിച്ചു തരുന്നില്ലേ, ഈ 5 ആംഗിൾസാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ളൂ, പഠിക്കാനുള്ളൂ. ഇത്ര ആംഗിൾസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സിമ്പിളായിട്ട് പഠിക്കാം, അതന്നെ പെട്ടെന്ന് പഠിക്കാം. അതിൽ തന്നെ ആകെ മെയിനായിട്ട് സാറ് പറഞ്ഞുതരാം. സൈൻ 30 ഡിഗ്രി, അതുപോലെ സൈൻ 45 ഡിഗ്രി, നെക്സ്റ്റ് സൈൻ 60 ഡിഗ്രി. അതായത് സൈൻ 30, സൈൻ 45, സൈൻ 60, ഇങ്ങനെ ഈ 3 ആളുകളെയാണ് മെയിനായിട്ട് എന്ത് ചെയ്യുള്ളൂ, പഠിക്കാനേ ഉള്ളൂ അല്ലേ മെയിനായിട്ട്. അപ്പോൾ നോക്കുക, ഇതിനൊരു ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ സൈൻ
30 ഡിഗ്രി ഇപ്പം തന്നെ നമുക്ക് പഠിക്കാം, അത് 1/2 ആണ്. സൈൻ 30 എത്ര? 1/2. ഇനി സൈൻ 60 ഡിഗ്രി എന്ന് പറഞ്ഞാലോ √3/2 ആണ്, അതും ഇപ്പോൾ തന്നെ പഠിക്കാം, √3/2. ഇനി കോസ് 30 എന്ന് പറഞ്ഞാലും കോസ് 60 എന്ന് പറഞ്ഞാലും ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ്? സൈൻ 30 എന്താണോ അതാണ് കോസ് 60 എന്താണ് 1/2. അപ്പോൾ കോസ് 30 പറഞ്ഞാൽ √3/2. പഠിച്ചില്ലേ? സൈനും കോസും ഇപ്പം തന്നെ പഠിക്കാം. സൈൻ 30 എന്താണോ അത് തന്നെ ആയിരിക്കും കോസ് 60. കോസ് 30 എന്താണോ അതാണ് സൈൻ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ്. ഇവിടെ 1/2 √3/2, √3/2 1/2, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാണ്. ഇനി നമുക്കറിയാം സൈൻ 45 ഉണ്ടല്ലേ ഇതിൻ്റെ ഇവിടെ, അതെന്താ 1/√2. അപ്പോൾ കോസ് 45 അതും അതന്നെ 1/√2. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഈ ഒരു 3 ആംഗിൾസ് ആണ് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ ടാൻ 30 എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ 30 എന്ന് പറഞ്ഞാൽ സൈൻ 30/കോസ് 30 ആണ്. അപ്പോൾ 2 കട്ടാവും 1/√3 എന്ന് കിട്ടും. ഇനിയോ ടാൻ 60 എന്താ? ടാൻ 60 എന്ന് പറഞ്ഞാൽ 2 കട്ടാവും √3/1 ആണ് √3. ഇതാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. നെക്സ്റ്റ് നോക്കുക ടാൻ 45. ടാൻ 45 പറഞ്ഞാൽ സൈൻ 45ഉം കോസ് 45ഉം സെയിം ആയതുകൊണ്ട് ടാൻ 45 1 കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് മാത്രമേ പഠിക്കേണ്ടത്. ജസ്റ്റ് നോക്കുക, സാർ വേണമെങ്കിൽ ഇതാ ഈ കയ്യിൽ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇപ്പം നമുക്കെന്നെ നോക്കിയാൽ അറിയാം ഇത് എന്താ, ഇത് രണ്ടും ഇത് നമ്മൾ 0 എന്നാണ് തുടങ്ങുന്നത്. 0, 30, 60, 45, 60, 90. കണ്ടോ? ഈ 5 ആംഗിളെ പഠിക്കാനുള്ളൂ. ഇതിൽ കണ്ടോ ഇവനും ലാസ്റ്റ് അല്ലേ, ഫസ്റ്റ് തോനും ലാസ്റ്റ് തോനും എന്താണ്? ടീമാ. ഫസ്റ്റ് തോനും ലാസ്റ്റ് തോനും ടീമാ. ഇവർ രണ്ടാൾ ടീമാ. ഇവൻ എന്താണ്? സിംഗിളാണ്. അതായത് സൈൻ 0 എന്ന് പറഞ്ഞാൽ എത്ര? സൈൻ 0 0, സൈൻ 90 1. ഇനി കോസ് എടുക്കുമ്പോഴോ കോസ് 0 1, സൈൻ 90 0, കോസ് 90 0. കണ്ടോ? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടൊക്കെയാണ്. ഇനി ഇതാണെങ്കിലോ സൈൻ 30 1/2 ആണ്, സൈൻ 60 √3/2. അതുപോലെ കോസ് 30 √3/2, കോസ് 60 1/2, കോസ് 45 എന്താ? 1/√2. അതുപോലെ ടാൻ 0 0, ടാൻ 30 1/√3, ടാൻ 45 1, ടാൻ 60 √3. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുന്ന അവിടെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് ഒരു A4 അടിപൊളിയാക്കി എഴുതിയിട്ട് ഒട്ടിച്ച് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ നമ്മളെ മനസ്സിൽ അത് പതിയും. ഇപ്പം നിങ്ങൾക്ക് എക്സാം അടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഇപ്പോൾ എന്നും ഇങ്ങനെ നോക്കി അത് നിങ്ങൾക്ക് പരിചയമാവും. ഇനി നമ്മളോട് തന്നെ സൈൻ കൊസീക്ക് ചോദിക്കുകയാണ് വിചാരിക്കുക. കൊസീക്ക് 30 ഡിഗ്രി എന്താണ്? കൊസീക്ക് 30 ഡിഗ്രി ചോദിച്ചു എന്ന് വിചാരിക്കുക. കൊസീക്ക് 30 ഡിഗ്രി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൈന് മാത്രം നോക്കിയാൽ മതി. സൈൻ എന്താ? സൈൻ 30 1/2. അപ്പോൾ കൊസീക്ക് പറഞ്ഞാൽ നേരെ തിരിച്ചില്ല 2/1 അഥവാ 2. ഇനി നോക്ക് എന്താ കൊസീക്ക്. അതുപോലെ സീക്ക് 30 ഡിഗ്രി ആണ് ചോദിച്ചെങ്കിലോ സീക്ക് 30 ഡിഗ്രി. സീക്ക് 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? പേടിക്കേണ്ട ആവശ്യമില്ല അല്ലേ? കോസ് 30 എത്രയാണെന്ന് ആലോചിക്കുക, √3/2. അപ്പോൾ അത് നേരെ തിരിച്ചിടുക, എത്ര? 2/√3. കണ്ടോ? കോസ് 30 ആണ് √3/2 ആണ്, അത് നേരെ തിരിച്ചിടുക. ഇത്ര ഐഡിയ ആണ് നിങ്ങൾക്ക് വേണ്ടത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണ് ഈ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ചില ആളുകൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ കിട്ടുന്നില്ല സാർ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇനിയൊരു സിമ്പിളാ അല്ലേ? കാരണം സാർ ഒരേ പാറ്റേണിലാണ് ഇതിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത്. സൈൻ A - B = 1/2, കോസ് A + B = 1/2. ഫൈൻഡ് A ആൻഡ് B എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് A ആൻഡ് B. അപ്പോൾ ഇവിടെ നോക്കുക, സാറ് ക്വസ്റ്റ്യൻ എഴുതാം. സൈൻ A - B = 1/2. ദെൻ കോസ് A + B = 1/2. നിങ്ങൾ പറ, സൈൻ എപ്പോഴാണ് 1/2 ആവുക? ഏത് ആംഗിളിലാണ് സൈന് 1/2 ആവുക? ഇതല്ലേ സൈന് 1/2 ആവുന്ന ആംഗിൾ ഏതാ? 30 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്കിവിടെ കൊടുത്തൂടെ സൈൻ A - B എന്ന് പറഞ്ഞാൽ ഈ 1/2 എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ ഏത് ആംഗിളാണ്? സൈൻ 30 ഡിഗ്രിയാണ്. ഓക്കെ, അതവിടെ കേട്ടെ. ഇനി കോസ് A + B എന്ന് പറഞ്ഞാൽ കോസ് എപ്പോഴാണ് 1/2 ആവുക? കോസ് എപ്പോഴാണ് 1/2 ആവുക? യെസ്, കോസ് എപ്പോഴായിരിക്കും 1/2? കോസ് 1/2 ആവുന്നത് 60 ഡിഗ്രിയിലാണ്. അതുകൊണ്ട് നമുക്ക് കോസ് 60 എന്ന് പറഞ്ഞാലാണ് 1/2. കോസ് 60 ഡിഗ്രി. ദെൻ സൈനും കട്ടാക്കി.
അപ്പോൾ എ മൈനസ് ബി ഈക്വൽ ടു 30 ഡിഗ്രി എന്ന് കിട്ടും. ദെൻ ഇവിടെ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇതാ ഈ കോസും വെട്ടാം, അപ്പോൾ 60 ഡിഗ്രി എന്ന് കിട്ടും. ഇപ്പോൾ ഇവിടെ കണ്ടോ 2 ഇക്വേഷൻസ് കിട്ടി. കണ്ടോ ഈ 2 ഇക്വേഷൻസ് കിട്ടി കഴിഞ്ഞ് ഇത് സോൾവ് ചെയ്താൽ മതി. കണ്ടോ എ മൈനസ് ബി ഈക്വൽ ടു 30, എ പ്ലസ് ബി ഈക്വൽ ടു 60. അപ്പോൾ സാർ എന്ത് ചെയ്തു, ഈ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റത്തെ ഇക്വേഷൻ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആൻസർ കിട്ടും. എ പ്ലസ് ബി ഈക്വൽ ടു 60 എന്ന് പറഞ്ഞതിൽ നിന്ന് എന്ത് എ മൈനസ് ബി ഈക്വൽ ടു 30 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഇപ്പോൾ ഇവിടെ നോക്കുക എ മൈനസ് ചെയ്താൽ 0. ഇനി രണ്ടാമത് ശ്രദ്ധിക്കണം, ബി മൈനസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, ബി മൈനസ് ബി ഈക്വൽ ടു 60 മൈനസ് 30. അപ്പോൾ നോക്കുക ബി മൈനസ് ബി പറഞ്ഞാൽ 2b ആണ് അല്ലേ, ബി പ്ലസ് ബി വരും, 2b ഈക്വൽ ടു 30. ദെൻ ബി ഈക്വൽ ടു എന്താ, 30ൻ്റെ ഹാഫ് 15 എന്ന് വരും. കണ്ടോ 2b ഈക്വൽ ടു 30 ആണെങ്കിൽ ബി ഈക്വൽ ടു എന്താ 30/2 15 വരും. ഇനി നേരെ നമ്മൾ ഏതെങ്കിലും ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഇത് രണ്ടും ആഡ് ചെയ്താലും ആൻസർ കിട്ടും. സാറ് ഫസ്റ്റത്തെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു, എ പ്ലസ് ബി ഈക്വൽ ടു 90 അപ്ലൈ ചെയ്തു. അപ്പോൾ എ പ്ലസ് 15 ഈക്വൽ ടു 60 ഫസ്റ്റത്തെ ഇക്വേഷനിൽ കൊടുത്തു. അപ്പോൾ എ ഈക്വൽ ടു എന്തായാലും കിട്ടുക 60 മൈനസ് 15 ഈക്വൽ ടു 60 15 മൈനസ് ചെയ്താൽ 45 ഡിഗ്രി എന്ന് വരും. എന്ത് വരും, 45 ഡിഗ്രി. അപ്പം നോക്ക് ഇവിടെ ആൻസർ കിട്ടി. എന്തൊക്കെയായിരുന്നു ആൻസർ, എ ഈക്വൽ ടു എന്തൊക്കെയായിരുന്നു ആൻസർ, എ ഈക്വൽ ടു 15 ഡിഗ്രിയും അതുപോലെ ബി ഈക്വൽ ടു 45 ഡിഗ്രിയും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം ജസ്റ്റ് ആംഗിൾ ഏതാ വരുന്നത് എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇത് ചെറുതായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കണ്ടോ ഈ ക്വസ്റ്റ്യൻ കണ്ടോ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ അല്ലേ വന്നിട്ടുള്ളത്. എന്താണ്, tan a പ്ലസ് ബി ഈക്വൽ ടു √3, tan a മൈനസ് ബി ഈക്വൽ ടു എന്തായിരുന്നു, tan a മൈനസ് ബി ഈക്വൽ ടു 1/√3. ഇപ്പം തന്നെ ചില ആളുകൾക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേ. ഈ ഫസ്റ്റത്തെ ഇക്വേഷൻ സാർ ഇവിടെ ഇതാണ്, tan a പ്ലസ് ബി ഈക്വൽ ടു √3. ദെൻ ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ tan a മൈനസ് ബി ഈക്വൽ ടു 1/√3. ഇത് എഴുതുമ്പോൾ നമുക്കറിയാം √3 എപ്പോഴാണ് വരിക, ടാൻ്റെ √3 എപ്പോഴാണ് വരിക. ശ്രദ്ധിച്ചോ, ടാൻ്റെ √3 വരാൻ ഇത്രയേ ഉള്ളൂ അല്ലേ. tan √3 എന്ന് പറഞ്ഞാൽ 60ലാണ് വരിക. കണ്ടോ tan √3 60, tan 1/√3യോ 30. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയുള്ളൂ. ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയുള്ളൂ. എന്താണ്, tan a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ √3 എവിടെ വരിക, tan 60ലാണ് വരിക. അതുപോലെ tan a മൈനസ് ബി എന്ന് പറഞ്ഞാൽ √3 എവിടെ വരിക, 1/√3 എവിടെ വരിക, 1/√3 എവിടെ വരിക നമ്മൾ പഠിച്ചിട്ടുണ്ട്, 30ലാണ് അല്ലേ. അപ്പോൾ tan 30 ഡിഗ്രി. എന്നിട്ട് ടാനും ടാനൊക്കെ കട്ട് ചെയ്താൽ ഇവിടെ നമുക്കറിയാം a പ്ലസ് ബി ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് വരും. ഇവിടെ a മൈനസ് ബി ഈക്വൽ ടു 30 ഡിഗ്രി. ഇപ്പോൾ നമുക്ക് എന്താ ഈ 2 ഇക്വേഷൻ കിട്ടി, 30 ഡിഗ്രി. എന്നിട്ട് എന്താ ഈ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ കുറക്കാം, ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ്. ഈ ഇക്വേഷൻസ് കുറച്ചാൽ എന്താ കിട്ടുക, a പ്ലസ് ബി ഈക്വൽ ടു 60 ഡിഗ്രി, ദെൻ a മൈനസ് ബി ഈക്വൽ ടു 30 ഡിഗ്രി. ഫസ്റ്റ് സെക്കൻഡത്തെ കുറച്ച് നോക്കുക, a മൈനസ് ചെയ്തു, അല്ലെങ്കിൽ ആഡ് ചെയ്താലും കിട്ടും കേട്ടോ. ഇത് ആഡ് ചെയ്താലും കിട്ടും. ഒന്ന് ആഡ് ചെയ്ത് നോക്കുക. നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ നമ്മൾ മൈനസ് ചെയ്തു, ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കുക. 2 പ്ലസ് a പ്ലസ് a 2a എന്ന് കിട്ടും. ഇത് ശ്രദ്ധിക്കുക, ബി പ്ലസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ, ബി പ്ലസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ. ബി മൈനസ് ബി എന്ന് വരും 0. അപ്പോൾ 60 പ്ലസ് 30 90 എന്ന് വരും. ദെൻ a ഈക്വൽ എന്താ, 90/2 45 ഡിഗ്രി. അപ്പോൾ a കിട്ടി 45 ആ. ഇനി ബി കിട്ടാൻ എന്താ ചെയ്യുക, ഫസ്റ്റ് ഇക്വേഷനിൽ കൊടുക്കുക, a പ്ലസ് ബി ഈക്വൽ ടു 60 ഡിഗ്രി ഇതിൽ കൊടുത്താൽ മതി, കൊടുത്ത ആൻസർ കിട്ടും. അപ്പോൾ നോക്കുക a 45 ആണ്. അപ്പോൾ 45 പ്ലസ് ബി ഈക്വൽ ടു 60. ദെൻ ബി കിട്ടണമെങ്കിലോ 60 45 മൈനസ് ചെയ്യുക, അപ്പോൾ എത്ര കിട്ടുക 15. അപ്പോൾ ആൻസർ കിട്ടി സിമ്പിളായിട്ട്. എന്തായിരുന്നു കിട്ടിയത്, a ഈക്വൽ ടു എന്താ കിട്ടിയത്, a ഈക്വൽ ടു 45 ഡിഗ്രി എന്നും ബി ഈക്വൽ ടു 15 ഡിഗ്രി എന്നും, ബി ഈക്വൽ ടു 15 ഡിഗ്രി. അപ്പോൾ ഈ സംഭവം സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എഴുതാൻ പറ്റുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, പെട്ടെന്ന് കിട്ടും. ഓക്കെ,
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാലോ? ഇവാലുവേഷനാണ് ഏറ്റവും സിമ്പിൾ കേട്ടോ. ഏറ്റവും സിമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ അഡീഷനും സബ്ട്രാക്ഷനും ഒക്കെ അറിയോ, സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ അറിയോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ മാത്രമാണ് ഇത് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സൈൻ 60 എന്താ? സൈൻ 60 എന്ന് പറഞ്ഞാൽ സൈൻ 60 ഇങ്ങനെ അല്ലേ, നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിക്കണം. ഫസ്റ്റൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നോക്കേണ്ടി വരും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ ഒട്ടിച്ചിട്ട് എന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ മതി, ഒന്ന് വായിച്ചു നോക്കിയാൽ മതി എന്നും ഒരു പ്രാവശ്യം. അപ്പോൾ നിങ്ങൾക്കത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലുണ്ടാവും. അപ്പോൾ സൈൻ 60 പറഞ്ഞാൽ എന്താ? 1/√3/2 അല്ലേ. കോസ് 30 എന്താ? കോസ് 30 അതന്നെ √3/2 പ്ലസ് സൈൻ 30 എന്താ? അത് 1/2 ആണ് ഇൻറ്റു കോസ് 60 എന്താ? അതും 1/2 ആണ്. നമ്മളൊരു കാര്യം പഠിച്ചിരുന്നു, ആ ഒരു കാര്യം സാർ ഇവിടെ എഴുതി തരാം. എന്തായിരുന്നു? ഈ കോസ് 30യും സൈൻ 60യും എന്താണ്? ഒന്നല്ലേ? അപ്പോൾ സൈനും കോസും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ, സൈൻ ഏതെങ്കിലും ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റയാണ്. അതായത് സൈൻ ഏതെങ്കിലും ഒരു ആംഗിൾ ആണ് എന്ന് പറഞ്ഞാൽ അത് 90 കോസ് 90 മൈനസ് ചെയ്തതാണ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ബോക്സിലാക്കി വെക്കാം. ഇതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കാരണം ഇവിടെ നോക്കി വെക്കുക, സൈൻ സാർ എന്ത് ചെയ്തു? സൈൻ 60 ഡിഗ്രി എടുത്തു എന്ന് വിചാരിക്കുക. അത് കോസിനോട് എന്തായിട്ട് ഈക്വൽ ആവുക? കോസ് 90 60 മൈനസ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും 90 60 മൈനസ് ചെയ്താൽ 90 60 മൈനസ് ചെയ്താൽ 30. കണ്ടോ? അപ്പോൾ സൈൻ 60 കോസ് 30 ഈക്വലാ. ഇനി സൈൻ 45 ഡിഗ്രി എന്ത് ചെയ്യാം? സൈൻ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അതും കോസ് 90 45 മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? കോസ് 45. ഇതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഈ ഒരു ഐഡിയ പറഞ്ഞു എന്നുള്ളൂ. അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇനി നോക്കുക, √3 × √3. √3 × √3 പറഞ്ഞാൽ റൂട്ട് കട്ടായി പോകും. അപ്പോൾ 3 ആവും അല്ലേ. ബൈ 2 × 2 4 പ്ലസ് 1 × 1 1/4. അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും 4 ആയതുകൊണ്ട് നമുക്ക് ബൈ 4 എന്ന് എഴുതാം. 3 + 1 4 ഈക്വൽ ടു 1. അപ്പോൾ ആൻസർ എന്താ കിട്ടുന്നത്? 1. ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി നോക്കുക, നെക്സ്റ്റ് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക? 2 tan square 45 പ്ലസ് cos square 30 മൈനസ് sin square 60. 2 × tan square 40. അപ്പോൾ tan 45ൻ്റെ സ്ക്വയർ ആണ് tan square 40. tan 45 എത്ര? 1 square 1. ഇനി cos square 30. cos 30 എന്ന് പറഞ്ഞാൽ √3/2 ആണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുക. മൈനസ് sin square 60. sin 60 എന്ന് പറഞ്ഞാൽ √3/2 ആണ്, അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഇപ്പം തന്നെ നമുക്ക് ഏകദേശം കത്തിയിട്ടുണ്ടാവും. ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും മൈനസ് ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ എന്താ? 2 × 1 = 2 ആണ് ആൻസർ കിട്ടുന്നുണ്ടാവുക. എന്താ ആൻസർ കിട്ടുന്നുണ്ടാവുക? 2. സോ ഈ ക്വസ്റ്റ്യൻ കുറേ ആളുകൾക്ക് ഡൗട്ട് അടിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ. ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുത്ത സമയത്ത്, ആൽഫയിൽ ക്ലാസ് ഒക്കെ എടുക്കുന്ന സമയത്ത് സാറിനോട് പറഞ്ഞിരുന്നു. കുറേ കുട്ടികൾക്ക് ഇത് ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതെന്ത് ചെയ്യാം? ഇത് സമാധാനം പോലെ ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണിത്? സൈൻ 30 എല്ലാം എന്ത് ചെയ്യുക? സമാധാനം പോലെ ചെയ്യുക. സൈൻ 30 പ്ലസ് tan 45. സൈൻ 30 എന്താ? 1/2. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുക്കുക 1/2 പ്ലസ് tan 45 1 ആണ്. കൊസീക്ക് 60. കൊസീക്ക് പറഞ്ഞാൽ എന്താ? സൈൻ 60ൻ്റെ ഓപ്പോസിറ്റാണ്. സൈൻ 60 എത്രയായിരുന്നു? √3/2. അപ്പോൾ 2/√3. നേരെ തിരിച്ച് ചെയ്താൽ. ഇനി ബൈ സീക്ക് 30 പറഞ്ഞാൽ കോസ് 30 √3/2. അപ്പോൾ സീക്ക് 30യോ തിരിച്ചിടുക 2/√3 പ്ലസ് കോസ് 60 എന്താ? കോസ് 60 എന്തായിരുന്നു? കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 പ്ലസ് കോട്ട് 45 എന്താ? അത് 1 ആണ്. ഈക്വൽ ടു സാധാ പോലെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ക്രോസ് ചെയ്യുക. ആദ്യം ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പോൾ 2 × 1 2 + 1 3. അതായത് ക്രോസ് ചെയ്ത് കണ്ടാണല്ലോ ഇതല്ലേ നമ്മൾ ഫ്രാക്ഷൻ ആകുമ്പോൾ. അപ്പോൾ 2 × 1 2 + 1 3 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ 3/2 മൈനസ് 2/√3 ഡിവൈഡഡ് ബൈ താഴെ എന്താണ്? താഴെ ഇതേപോലെ ക്രോസ് ചെയ്യുക. ഇതേപോലെ ക്രോസ് ചെയ്യുക. 2 × 1 + 1 3. അപ്പോൾ ഇതും അതേപോലെ ചെയ്ത് 2/√3 പ്ലസ് 3/2. ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സാധാ പോലെ 3 × 3 അല്ലേ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും.
താഴെ അതുപോലെ ഇങ്ങനെ ക്രോസ് ചെയ്യാം. അപ്പോൾ 3 × 3 ചെയ്താൽ 3√3 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3√3 മൈനസ് 2 × 2 4/2√3. ഇനി ഇവിടെ ചെയ്യുമ്പോഴോ 3 × 3 3√3 പ്ലസ് 2 × 2 4/2√3. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ 2√3 2√3 കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? യെസ്, ഇവിടെ എഴുതുന്നുണ്ട് 3√3 മൈനസ് 4/3√3 പ്ലസ് 4. ഇതാണ് നേരിട്ട് ഇതിൻ്റെ ഫൈനലായിട്ട് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ആൻസർ കീയിൽ നോക്കുമ്പോൾ ഇതാവില്ല ആൻസർ. കാരണം റാഷണലൈസ് ചെയ്യണം. റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാർ ഇതിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക. അപ്പോൾ ഇത് a+b ആണ്. അപ്പോൾ a - b കൊണ്ട് ഇൻറ്റു ചെയ്യുക. എന്താണ്? 3√3 മൈനസ് 4 മുകളിൽ 3√3 മൈനസ് 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടും. ഇനി നോക്കുക 3√3 മൈനസ് 4 3√3 മൈനസ് 4 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3√3 മൈനസ് 4 ഹോൾ സ്ക്വയർ ബൈ ഇതെന്താ കിട്ടുക? a+b × a - b പറഞ്ഞാൽ a² മൈനസ് b² അപ്പോൾ എന്താ കിട്ടുക? 3√3 ഹോൾ സ്ക്വയർ മൈനസ് 4². ഇതാണ് കിട്ടുക. അപ്പോൾ നോക്കുക, മുകളിൽ ചെയ്തിരിക്കുന്ന സംഭവം ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. 3√3 മൈനസ് 4 ഹോൾ സ്ക്വയറാണ്. എന്തായിരുന്നു? 3√3 അതവിടെ എഴുതുന്നുണ്ട് 3√3 മൈനസ് 4 ഹോൾ സ്ക്വയർ. താഴെ എന്താ ചെയ്തിരുന്നത്? താഴെ 3√3 ഹോൾ സ്ക്വയർ. 3√3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 അത് ഒന്നുകൂടി ഇവിടെ എഴുതുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി കറക്റ്റ് ആവാൻ 4². ഇപ്പോൾ നോക്കുക, ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? a - b ഹോൾ സ്ക്വയർ. അപ്പോൾ a² മൈനസ് പ്ലസ് b² മൈനസ് 2ab. അപ്പോൾ 2 × 3√3 × 4. താഴെ ശ്രദ്ധിക്കുക 3√3 ഹോൾ സ്ക്വയറാണ്. അപ്പോൾ 3ക്കും സ്ക്വയർ കൊടുക്കണം, √3ക്കും സ്ക്വയർ കൊടുക്കണം. അപ്പോൾ 9 × 3 എന്നാണ് വരിക, മൈനസ് 16 എന്ന് വരും. ഇനിയോ ഇത് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3√3 ഹോൾ സ്ക്വയർ ആണ് 9 × 3 27 പ്ലസ് 16 മൈനസ് 2 × 3 6 6 × 4 24√3 ബൈ 27 മൈനസ് 16 എന്ന് വരും. ഇനി ഇത് നമ്മൾ ചെയ്ത് നോക്കുക. 27 പ്ലസ് 16 എത്ര? 43 മൈനസ് 24√3 ബൈ 27 16 കുറച്ചാൽ 11. അപ്പോൾ ഇതായിരിക്കും ഫൈനൽ ആൻസർ കീയിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് എന്ത് ചെയ്യുക? നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്യുക, ഇങ്ങനെ എഴുതുക. ഓക്കെ, സമാധാനം പോലെ എഴുതിയാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇനി ഇതുപോലെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കറക്റ്റ് ആൻസർ ആയിരിക്കില്ല ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ നോക്കുക 2 tan θ 2 tan 30 ഡിഗ്രിയാണ്. അപ്പോൾ 30 ഡിഗ്രി പറഞ്ഞാൽ 1/√3 ആണ് ബൈ 1 പ്ലസ് tan 30 tan സ്ക്വയർ 30 ഡിഗ്രി പറഞ്ഞാൽ എന്താ? tan 30 1/√3 ആണ്. അപ്പോൾ tan സ്ക്വയർ പറഞ്ഞാൽ 1/√3 ഹോൾ സ്ക്വയർ ആയിരിക്കും ഈക്വൽ ടു. അപ്പോൾ ഇവിടെ എന്താണ്? 2 × 1 2/√3 ആയി ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1/√3ൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 1 ആണ്, √3ൻ്റെ സ്ക്വയർ 3 ആണ്. ഇനി നോക്കുക 2/√3 ചെയ്തു. ഇങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ എന്താ കിട്ടുക? 3 × 1 എന്താ? 3. അപ്പോൾ 3 + 1 4/3 എന്ന് വരും അല്ലേ? ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 3 + 1 4/3. എന്നിട്ട് ക്രോസ് ചെയ്യുക. ക്രോസ് അല്ലേ? റെസിപ്രോക്കൽ എടുത്തിട്ട് ഇൻറ്റു ചെയ്യുക. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുക? റെസിപ്രോക്കൽ എടുത്ത് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നുണ്ടാവുക? 2/√3 × 3/4. നേരെ റെസിപ്രോക്കൽ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്യുക. അപ്പോൾ 2 കിട്ടും. അപ്പോൾ എന്തായിരിക്കും ഈ സൈഡിൽ വരിക? എഴുതി നോക്കാം അല്ലേ? ഈ സൈഡിൽ എന്തായിരിക്കും വരിക? 3/2√3 എന്ന് വരും. ഇനി നിങ്ങൾ നോക്കുക, ഇതിനെ റാഷണലൈസ് ചെയ്യണം. നമുക്ക് റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഈ √3 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 3ൻ്റെ ഉള്ളിൽ ഒരാൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, അറിയാം. 3 എന്ന് പറഞ്ഞാൽ നേർക്ക് എന്താ? √3 × √3 ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ √3യും 3ൻ്റെ ഉള്ളിലത്തെ √3യും കട്ട് ചെയ്ത് കണ്ട് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? √3 കൊണ്ട് താഴെയും മുകളിലും ഇൻറ്റു ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താവും? ഇവിടെ 3√3 ആവും, താഴെ
2 ഇൻറ്റു 3 ആവും. കണ്ടോ, √3 × √3 3. ഈ 3യും 3യും കട്ടാക്കിയാൽ √3/2 ആയി. √3/2 ആൻസർ കിട്ടിയതിനു ശേഷം നമ്മളിങ്ങനെ ഓപ്ഷനിലോട്ട് നോക്കുക, √3/2 ഇല്ല. അപ്പം എന്താ ചെയ്യുക? യെസ്, അപ്പം ചെയ്യുക √3/2 എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 60യും കോസ് 30യും √3/2 ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈൻ 60യോ കോസ് 30 ഉണ്ടോ? യെസ്, സൈൻ 60 തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓപ്ഷനിൽ എന്താണ് അല്ലേ? സൈൻ 60 തന്നെ ഇവിടെ ആൻസർ ഉണ്ട്. പ്രശ്നമില്ല, അപ്പോൾ ആൻസർ കിട്ടി. അങ്ങനെ നിങ്ങൾ ഓപ്ഷനും കൂടി ഒന്ന് സെറ്റാക്കി നോക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുക? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ ഇത്. 1 മൈനസ് tan 45 എന്ന് പറഞ്ഞാൽ തന്നെ 1. അപ്പോൾ tan 45ൻ്റെ സ്ക്വയറും 1 ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 1 മൈനസ് 1/1 പ്ലസ് 1 ആണ് ഇത് വരിക. 1 മൈനസ് 1 എന്താ? 0/1 0. എത്ര പെട്ടെന്ന് ആൻസർ കിട്ടുന്നുണ്ട്. സിമ്പിളല്ലേ? സിമ്പിളായിട്ട് ആൻസർ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ ആകെ പഠിച്ചത് എന്താ? സൈന് കോസ് ടാന് അതിന് കുറച്ച് ആംഗിൾ കൊടുക്കുമ്പോൾ എന്തൊക്കെ വാല്യൂസ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഏതാ? ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ് ആണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിലാണ് നമ്മളെ മാർക്കും കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. ഇത് ഏറ്റവും ബേസാണ് പഠിക്കുന്നത്. ഈ ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുകൊണ്ട് ഐഡൻറ്റിറ്റീസ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. ഉഷാറായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് പഠിക്കുക. അടുത്ത സെഷനിൽ എന്ത് ചെയ്യുക? കാണാം. താങ്ക് യു.